Hi viewers, good morning to you all. ജിയോ കിച്ചൻ ഡൂൾ വൈഫ്സ് എന്ന യൂട്യൂബ് കുക്കിംഗ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ്. ഇത് സാധാരണഗതിയിലുള്ള ഒരു അച്ചാറല്ല, ഇത് നമ്മുടെ ഉണക്കമീൻ കൊണ്ടുള്ളതാണ്. ഡ്രൈ ഫിഷ് പിക്കിൾ. ഉണക്കമീൻ എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണക്കമീന് സ്രാവെന്ന് പറയും, ചില ഭാഗത്ത് തൂക്കുമീൻ എന്ന് പറയും, ചിലത് തുണ്ടമീൻ എന്ന് പറയും. അങ്ങനെയുള്ള ഇതില്ലാത്ത മീൻ കിട്ടും, ഉണക്കമീനാണ് ഇത്. നമ്മളെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് സിറ്റി സൈഡിലുള്ളവർക്ക് ഉണക്കമീൻ കൂട്ടാൻ വലിയ പേടിയാണ്. കാരണം ഉപ്പാണ്, കൊളസ്ട്രോൾ വളരെ കൂടുതലുണ്ടാവും, പ്രഷർ എല്ലാവരും കൂടുതൽ. പക്ഷെ അത് പേടിക്കേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടെക്നിക്കുണ്ട്. ഇപ്പം ഈ മീൻ തന്നെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ പേപ്പറില്ല, നമ്മൾ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് അതിൻ്റെ അകത്തിട്ട് വെച്ച് ഒരു 2 മണിക്കൂർ വെക്കുക. അത് കഴിഞ്ഞ് പിന്നെയും ആ ന്യൂസ് പേപ്പർ എടുത്ത് കളഞ്ഞിട്ട് പിന്നെയും പുതിയ വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും വെക്കുക. അങ്ങനെ 2-3 തവണ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരമാവധി ഉപ്പ് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് അച്ചാറിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ അധികം കൂടുതലൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു കഷ്ണം, അതുപോലെ തന്നെ ഈ മുളക് ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു കൊണ്ടാട്ട മുളക് നമ്മൾ ചേർക്കുന്നുണ്ട് വറുത്തിട്ട്. അതും ഭയങ്കര ടേസ്റ്റാണ്. ഇതിനകത്ത് മസാലയ്ക്കകത്ത് കൊണ്ടാട്ട മുളക് ചേർന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്. ആ മുളക് തന്നെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിനാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതാണ് തുണ്ടം മീൻ, നമ്മുടെ സ്രാവാണ്. ഈ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇതിങ്ങനെ ഉപ്പ് കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് 1/2 കിലോ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി അല്പം കൂടുതൽ വേണം. ഇഞ്ചി ഇതിനകത്ത് വറുത്തിട്ടാണ് ഇടുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളി വറുത്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇത് കൊണ്ടാട്ട മുളകാണ്. കൊണ്ടാട്ട മുളകോ കിട്ടാനില്ലെങ്കിൽ തൈര് മുളക് ചേർത്താലും കുഴപ്പമില്ല. തൈര് മുളകിന് പക്ഷേ കുറച്ച് ഉപ്പ് കൂടും. വെറും കൊണ്ടാട്ട മുളക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി. പിന്നെ ഇതിൽ കുറച്ച് വിനാഗിരിയുമാണ്. ഇതിൽ വിനാഗിരി ഒഴിച്ചിട്ടാണ് ഇത് നിറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുത്തേക്ക് നമുക്ക് ഒരു കുറച്ച്, അധികമൊന്നും വേണ്ട, ഒരു കുറച്ച് മുളക് പൊടി ഈ മീനിലേക്ക് നമുക്ക് ചേർക്കാം. എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം. അധികമൊന്നും വേണ്ട, ജസ്റ്റ് മീനിൻ്റെ ഒരു കളർ മാറുക, അതേ ഉദ്ദേശമുള്ളൂ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് ഇടാം. രണ്ട് തവണയായിട്ട് വറുത്തെടുക്കേണ്ടി വരും. മീന് നമ്മുടെ തീരെ ഉണങ്ങി അങ്ങോട്ട് ചുങ്ങി പോകണ്ട, കാരണം അത് ഇതായി പോകും. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് എടുക്കാം. കുഴപ്പമില്ല, വെന്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫുൾ ഓയിലല്ലേ ഇട്ടത്. നമുക്ക് കോരിയെടുക്കാം. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് കൂടെ നമുക്കിടാം. ഫ്രൈ ആവട്ടെ, ഇടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ ഏകദേശം ആയി തുടങ്ങി. രണ്ടാമത്തെ ട്രിപ്പ് ആയി തുടങ്ങി. നമുക്ക് കോരിയെടുക്കാം. ഫ്ലെയിം കുറച്ചു.
ഫ്ലെയിം കൂട്ടി വെച്ചു. നമുക്കിത് കൊണ്ടാട്ടമുളകാണ് കേട്ടോ, ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ആയതുകൊണ്ട് കൊണ്ടാട്ടമുളക് അത്ര ഉണങ്ങിയില്ല, കുറച്ച് പച്ചപ്പുണ്ട്. ഇത് എപ്പോഴും മഴയല്ലേ, അതുകൊണ്ട് ഉണങ്ങിയെടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് തൈര് മുളക് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റും, പക്ഷേ അത് കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കര ഉപ്പായിരിക്കും. നമ്മൾ അച്ചാറിലിട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ഉണക്കമീനാണ്, അതിൻ്റെ കൂടെ ഉപ്പ് വന്നു കഴിയുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും, കൂട്ടാൻ പ്രയാസമായിട്ടുള്ള ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കുന്നത്. നമ്മുടെ മുളക് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് കോരിയെടുക്കാം. നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് തന്നെ ഉപ്പുവെള്ളത്തിൽ ഇതൊന്ന് വേവിച്ചിട്ട് ചെറുതായിട്ട് വേവിച്ചിട്ട് നമ്മൾ ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടാട്ടമുളക് കിട്ടും. ഇതിലേക്ക് തന്നെ ഇടാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇടാനുള്ളത് നമ്മുടെ ഇഞ്ചിയാണ്. ഫ്ലെയിം കൂട്ടി വെച്ചു. ഇഞ്ചി ഇടാം. എല്ലാം തന്നെ വറുത്താണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വളരെ കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞിരിക്കുകയാണ് കേട്ടോ, ശ്രദ്ധിക്കണം. വളരെ കനം കുറഞ്ഞ, അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വന്ന് കിട്ടുക. അപ്പോൾ ഏകദേശം ഇത് ആയി തുടങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഈ വെളുത്തുള്ളി കൂടെ ചേർക്കാം. വെളുത്തുള്ളി കനം കുറഞ്ഞ അരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളി ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞ്, ഇനി കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി കരിഞ്ഞു പോയെന്ന് വരും. അതുകൊണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കോരി എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടികളൊക്കെ. ഇനി ഇത് മിക്സ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിലുള്ള പണി. ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വലിയ പാത്രത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കണം. ഇത് കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ അധികം എരിവുണ്ടാവില്ല. ഇതിന് ഓൾറെഡി മുളകൊക്കെ ഇട്ട് നല്ല എരിവുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി ഒരു 2-3 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ അത് പിന്നെ ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ള വിനീഗറാണ്, വിനാഗിരി. ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് പറയാൻ സാധാരണ ഉപയോഗിക്കുന്ന വിനാഗിരി തന്നെയാണ്. വിനാഗിരിയുടെ ഒരു കാര്യമുണ്ട്, വിനാഗിരി ഒഴിച്ച് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് വറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് പിന്നെയും നമുക്ക് വിനാഗിരിയുടെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കാം. കാരണം നമ്മുടെ ഈ വറുന്ന ഈ മീന് വിനാഗിരി വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി. എരിവ് കുറവാണെങ്കിൽ അതനുസരിച്ച് മുളക് പൊടിയും ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം വിനാഗിരി ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഉപ്പ് കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിന് പ്രയാസപ്പെടേണ്ട. ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ ഇതിലെ മീൻ കഷ്ണത്തിലെ ഉപ്പ് ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ കുറച്ച് സമയം ഇരുന്നത് വലിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അതുവരെ നമ്മളൊന്ന് ക്ഷമിച്ച് നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇതനുസരിച്ച് നമുക്ക് വിനാഗിരി ആഡ് ചെയ്യാം, മുളക് പൊടി ആഡ് ചെയ്യാം. ചിലപ്പോൾ ഉപ്പും വേണ്ടി വരും. കാരണം നമ്മൾ ഉപ്പ് മുഴുവൻ ഇറക്കിയതായ കാരണം ഇത് നോക്കിയിട്ട് ഒരു ഉപ്പും നമുക്ക് ചേർക്കേണ്ടി വരും. അങ്ങനെയാണ് ഇത് ആക്കിയെടുക്കുക. ഒറ്റ തവണയായിട്ട് ഉപ്പും വിനാഗിരിയും ചേർക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മളെ ഉണക്കമീൻ അച്ചാർ അങ്ങനെ ഇവിടെ റെഡിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മുഴുവൻ റെഡിയായിട്ടില്ല. ഇത് ഇനിയും നമ്മൾ വെള്ളം കുടിക്കും. ഇതിൻ്റെ
ചാറ് കുടിക്കും. അതനുസരിച്ച് ഇതിൻ്റെ എരിവും ഉപ്പും ചിലപ്പോൾ ഉപ്പ് കുറയും, ചിലപ്പോൾ ഉപ്പ് കൂടും. അതനുസരിച്ച് നമുക്ക് പിന്നീട് ഇത് ചെയ്യാം. അങ്ങനെ എല്ലാ തരത്തിലും ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് കുപ്പിയിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ മാത്രം, അപ്പോൾ ഇനിയൊന്നും ചേർക്കാൻ ബാക്കിയില്ല എന്ന് കാണുമ്പോൾ മാത്രമേ ഇത് കുപ്പിയിലാക്കാവുള്ളൂ. അങ്ങനെ കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മുളക് പൊടി ചേർക്കാം, ഒരു ഉപ്പ് കുറവാണെന്ന് തോന്നിക്കുകയാണെങ്കിൽ ഉപ്പ് ചേർക്കാം. പിന്നെ വിനാഗിരി ഏതായാലും ചേർക്കേണ്ടി വരും, കാരണം ഈ വിനാഗിരി കുടിച്ച് തീർക്കരുത്. വിനാഗിരി കുറേശ്ശെ ചേർത്തുകൊണ്ടിരിക്കാം. കുറച്ച് ചാറ് വേണമല്ലോ നമുക്കിതിൽ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഈ അച്ചാറിൻ്റെ നമ്മുടെ ഈ ഉണക്കമീൻ അച്ചാർ ഇപ്പോൾ കുറവാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ. എങ്കിലും നമ്മൾ ഉണ്ടാക്കിയതൊക്കെയാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അതിപ്പോൾ വെയിറ്റ് ചെയ്യണം. ഒരു ദിവസമെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ എത്രയാണ് വിനാഗിരി ചേർക്കേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിനുശേഷം മാത്രമേ, അല്ലാണ്ട് ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ കൂട്ടി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഇതിന് ചേരുവകളെല്ലാം കൃത്യമായിട്ട് ചേർന്നതിന് ശേഷം മാത്രമേ ഇത് നല്ലൊരു അച്ചാറായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധൃതിപ്പെട്ട് ഇത് കഴിക്കാൻ നോക്കരുത്. ഒരു ദിവസമോ 2 ദിവസമെങ്കിലും വെച്ച് അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോടെല്ലാവരും ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അധികമൊന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നതാണ്. സബ്സ്ക്രിപ്ഷൻ കൂട്ടണം, അതുകൊണ്ടുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. പിന്നെ വ്യൂവേഴ്സ് ഇത് കണ്ട് വ്യൂവർഷിപ്പും കൂടേണ്ട ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വാങ്ങുകയാണ്. നിങ്ങൾ എല്ലാവരോടും ഞാൻ ഇവിടെ വാങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.